1992 ഏപ്രിൽ 10 ബാമ്പലി എന്ന സെനഗലിലെ ഒരു കൊച്ചു ഗ്രാമം. അവിടെയാണ് ഇന്ന് ലോകം അറിയുന്ന ബ്ലാക്ക് ഹോഴ്സ് എന്ന വിളിപ്പേരുള്ള സാദിയോ മാനയുടെ ജനനം. അവനെ ഒരു അധ്യാപകനാക്കണമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം. എന്നാൽ മാനയുടെ സ്വപ്നം അത് മുഴുവൻ ഫുട്ബോളായിരുന്നു. ഇന്ന് സാദിയോ മാനയുടെ ബൂട്ടിൽ നിന്നും ഒരു പന്ത് എതിർവല ചുംബിക്കുമ്പോൾ അതിനൊപ്പം മെലിഞ്ഞ് കൊലുന്നനെയുള്ള ഒരു 15-കാരൻ പയ്യൻ്റെ കിതപ്പും കേൾക്കും. വർഷങ്ങൾക്ക് മുമ്പ് സെനഗലിൻ്റെ തെക്കേ അറ്റത്തുള്ള ബാർബലി എന്ന ഗ്രാമത്തു നിന്നും 317 കിലോമീറ്റർ അകലെയുള്ള ദാക്കറിലേക്ക് ഓടിപ്പോയ ഒരു പയ്യൻ്റെ കിതപ്പുണ്ടാവും. 2002 ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ സെനഗലിൻ്റെ തേരോട്ടമാണ് മാനയുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ചത്. കീറിപ്പറിഞ്ഞ ബൂട്ടും തുളവീണ ജേഴ്സിയും അണിഞ്ഞവൻ ദാക്കറിൽ വന്നിറങ്ങുമ്പോൾ ഇതൊക്കെ ധരിച്ച് എങ്ങനെ കളിക്കാനാവുമെന്ന് പറഞ്ഞ് അവിടെ കൂടെയുള്ളവർ പരിഹസിച്ചിരുന്നു. ആ ചോദ്യത്തിനുള്ള മാനയുടെ മറുപടി ഇതായിരുന്നു: എൻ്റെ കളി കണ്ടു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ട്രയൽസിന് ശേഷം ജനറേഷൻ ഫുട്ട് എന്ന അക്കാദമിയിൽ തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചു. അവിടെ നിന്നും ഫ്രഞ്ച് ക്ലബ്ബായ മെറ്റ്സിലും അവിടുത്തെ പ്രകടനം 2012 ദേശീയ ടീമിലും സ്ഥാനം കിട്ടി. പിന്നീട് ആസ്ട്രേലിയൻ ക്ലബ്ബ് FC റെഡ് ബുൾ സാൽസ്ബർഗിലേക്ക് ചേക്കേറി. 2012 11.8 മില്യൺ പൗണ്ടിന് സതാംപ്ടൺ ടീമിലെത്തിച്ചു. ആസ്റ്റൺ വില്ലയ്ക്കെതിരെ 2.56 മിനിറ്റുകൾക്കുള്ളിൽ ഹാട്രിക് അടിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക് എന്ന റെക്കോർഡ് മാനയ്ക്കിടാൻ സാധിച്ചു. 2016 ലിവർപൂളിലേക്ക് ചേക്കേറി. ഇപ്പോൾ സൗദി ക്ലബ്ബായ അൽ നസറിലാണ്. വിലപിടിപ്പുള്ള ഫോണുകളോ കാറുകളോ ആർഭാടങ്ങളോ ആഡംബര വസതികളോ ഒന്നും അയാളെ ആകർഷിച്ചില്ല. അയാളുടെ ചിന്ത മറ്റൊന്നായിരുന്നു. ആ ചിന്ത ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൻ്റെ ഗ്രാമത്തിൽ ഒരു സ്കൂള്, ഹോസ്പിറ്റൽ, പള്ളി, സ്റ്റേഡിയം, വീടില്ലാത്തവർക്ക് വീട് എല്ലാം